ഈ റോഡ് മുഴുവനായും ടാർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും റോഡിലെ വലിയ കുണ്ടുകളും കുഴികളും അടച്ച് സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും അഭ്യർത്ഥന. ഞാൻ അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് 3 ആളിനെ ഞാൻ വണ്ടിയിൽ കയറ്റിയത്. അവിടെ ഒരു കുഴിയുടെ ഉള്ളിൽ വണ്ടി വീഴുക, അങ്ങോട്ട് കയറ്റി വയ്ക്കുക, ആംബുലൻസിൽ കൊണ്ടുപോകുക. ഗൾഫിലാണ്. ഗൾഫിൽ ഞാൻ ഇന്നലെ വന്നിട്ടുള്ളോ. പക്ഷെ വന്നപ്പോ റോഡ് കണ്ടപ്പോ ഞെട്ടിപ്പോയി. ആകെ കുഴികളാ, കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പേര് വേണു. ഈ റോഡ് കുറേ കാലമായിട്ട് തന്നെ ഇങ്ങനെ ഈ നിലയ്ക്കാണ് കിടക്കുന്നത്. അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളും അതിന് ശ്രദ്ധ കൊടുക്കണമില്ല. അതേമാതിരി തന്നെ അപകടങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധയില്ല, ഒന്നുമില്ല. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ ഈ നിലയ്ക്ക് എങ്ങനെയാണ് ഈ പോക്ക് പോകണമെന്നൊന്നും ഒരാൾക്കും മനസ്സിലാവുന്നില്ല. അത്രയും കഷ്ടപ്പാടാണ് ഇതിലൂടെ പോണ എല്ലാവർക്കും അനുഭവിക്കുന്നത്. എൻ്റെ പേര് വാസു എന്നാണ്. നമുക്ക് ലോട്ടറി വിൽക്കുന്ന പരിപാടി. പിന്നെ ഇവിടെ റോഡിന് ഇപ്പം അന്ന് കുറച്ച് പണിതുണ്ട്. വീണ്ടും ഈ പുഴും ഒക്കെ ആയിട്ട് നടക്കണം. ഈ മഴ ഇല്ലാത്ത സമയത്ത് ഇതൊന്നിൻ്റെ പണി വളരെ ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. മഴയത്ത് ഇത് ചെയ്തിട്ട് വീണ്ടും പൊളിഞ്ഞ് മാറുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിലുള്ള സമയത്ത് ഒന്ന് ഗവൺമെൻറ്റും ഒന്ന് കണക്കിലെടുത്തിട്ട് നല്ലൊരു കോൺട്രാക്ടറായിട്ട് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങോട്ട് നോക്കിയാൽ മതി, അങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതായത് നമ്മൾ ചൂണ്ടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മുണ്ടൂർ എത്തണമെങ്കിൽ എന്താ പറയുക, ഒരു അഡ്വഞ്ചർ റൈഡ് പോണ പോലെയാണ്. അത്രയധികം ശോചനീയാവസ്ഥയിലാണ് റോഡ് എടുക്കുന്നത്. ചൂണ്ടൽ കഴിഞ്ഞാൽ പിന്നെ മുണ്ടൂർ വരെ അത്ര നല്ല ശോചനാവസ്ഥയിലാണ്. ആ പാറന്നൂർ ഭാഗമൊക്കെ കണ്ടില്ലേ? പാറന്നൂർ ഭാഗം കണ്ടില്ലേ? ആകെ പൊളിഞ്ഞിട്ട് ഒരു വണ്ടി പോണേ എത്ര സമയം എടുക്കുന്നുണ്ടോ? അത് ആ കുണ്ടും കുഴിയും ഒക്കെ കൂടായിട്ട് റോഡില്ലാന്ന് തന്നെ പറയാം നമുക്ക്. ആ തരത്തിലാണ്. എത്ര നാളായി ഈ ശോചനീയാവസ്ഥ? ഏകദേശം ഒരു 1.5 പോകുന്ന ഭാഗത്ത് കിണറാണ് അവിടൊക്കെ. താങ്കൾ ഈ നാട്ടുകാരാണോ? ഞാൻ ഈ നാട്ടുകാരനല്ല, പക്ഷെ ഞാനിവിടെ കോളേജിലേക്ക് ഡെയിലി പോയി വരുന്ന വഴിയായിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ കോളേജിലേക്കല്ല, ഞാൻ വേറൊരു പർപ്പസിന് വേണ്ടി പോയതാണ്. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നി. മരണഭയത്തോടെയാണ് അപ്പോൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്? മരണഭയം എന്ന് പറയാൻ പറ്റില്ല, മരിക്കാൻ ഭയല്ല. അപകടങ്ങൾ ഈ റോഡിൽ നിത്യാണല്ലേ?
വൃത്തിയാണ്. ഇപ്പോൾ ആ കേച്ചേരിൽ തന്നെ അതുണ്ടല്ലേ 2 ദിവസം മുമ്പ് ഒരു ബസ് 2 ബസ് നമ്മൾ തിരിച്ച്. അത് മാത്രമല്ല നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് പൂങ്കുന്നത്ത് നിന്ന് അയ്യന്തോർ റോഡ് പോകുന്നില്ലേ, ആ ഒരു ജംഗ്ഷനിൽ നിന്നു അയ്യന്തോർ റോഡിനും കുഴക്കിൻ്റെ ഇടയിലൊരു ജംഗ്ഷനുണ്ട്. അവിടെ കാണാം ഓരോ വണ്ടികൾ കുഴിയിൽ വന്ന് ചാടുന്നത്. അത്ര ശോചനീയാവസ്ഥയിലാണ് അവിടെ റോഡ്. ഇവിടെ പിന്നെ പറയണ്ട, ഇവിടെ നിൽക്കുന്നതിന് പകരം പാറന്നൂർ പോകും. പാറന്നൂർ തൂവാനൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കാണാം. അതാ എൻ്റെ കൂടെ കയറി ഞാൻ റോഡ് എൻ്റെ കൂടെ കയറി ഈ റൈഡ് ഒന്ന് എക്സ്പീരിയൻസ്. ഈ റോഡിൻ്റെ ശോചനീയമായ അവസ്ഥ പരിഹരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളും പൊതുമരാമത്ത് വകുപ്പും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും ഇരുചക്ര വാഹനക്കാരുടെയും അപേക്ഷ. റോഡ് മുഴുവനായും ടാർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ റോഡിലെ വലിയ കുഴികളും കുണ്ടുകളും അടച്ച് സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും
ആവശ്യം. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ പല ജീവനുകളും ഇവിടെ പൊലിയാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും അപേക്ഷ. ഭയങ്കര കഷ്ടമാണ് ഞങ്ങൾക്ക്, ഭയങ്കര ദുരിതമാണ് ഈ റോഡ്. കാലാകാലം ഞാനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഒരു 3-4 മാസത്തോളമായി ഇതേ കുഴികളും ഭയങ്കര സങ്കടം. എന്നും അപകടങ്ങളാണ്. എന്നും വണ്ടി തട്ടില് ആകെ പെയിൻറ്റ് പോയി, ആകെ എൻ്റെ ഓട്ടോറിക്ഷയുടെ ഷീറ്റൊക്കെ പൊളിഞ്ഞു. ഒരു വണ്ടി വന്ന് തട്ടിയിട്ട് ഈ കുഴിയിൽ ചാടുമ്പോൾ ഒരു നശിച്ച റോഡ് പോലെയാണ് ഇപ്പോൾ, ദുരിതം പിടിച്ച ഒരു റോഡ്. എം.എൽ.എക്ക് ശ്രദ്ധയില്ലേ വഴിക്ക്? എം.എൽ.എ ഒരു കഴിഞ്ഞ ട്രിപ്പിന് ജയിച്ചത് 10,000 വോട്ടിന് താഴെയാണ്. പിന്നത്തെ ട്രിപ്പിന് ജയിച്ചത് 27-28,000 വോട്ടിന് ജയിച്ചത്. പിന്നത്തെ ട്രിപ്പിന് മൂപ്പര് അന്നിവിടെ റോഡ് പണിക്ക് പാലം പണിന്നായിട്ട് പ്ലസ്സൊക്കെ അടിച്ച് വെച്ചതാ 7-8 കോടി ഉറുപ്പിക വെച്ചിട്ട്. ഇതുവരെ മൂപ്പരെ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ എം.എൽ.എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുണ്ടെന്ന് തന്നെ അറിയില്ല മൂപ്പര്. അങ്ങനത്തെ എം.എൽ.എ. പിന്നെ പഞ്ചായത്തുണ്ട്, പഞ്ചായത്തിനായിട്ട് കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ യാതൊരു നിവൃത്തിയില്ല, സമയത്തിന് ഈ സ്ഥലത്ത്. അപ്പൊ ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ കേച്ചേരി തിരിഞ്ഞിട്ട് വേണം ചൂണ്ടക്ക് പോകണമെങ്കിൽ. അതേമാതിരി കുന്നോളത്തിൽ പോകുമ്പോഴും അങ്ങനെ വേണം പോകാൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് പോകണം. വയസ്സായ ആൾക്കാരുടെ കാര്യം പറയാൻ വേണ്ട, ഒരു യാത്ര ചെയ്യണ്ടേ, അതിന് സൗകര്യം ഇല്ലാണ്ട് നടക്കണം. ഇപ്പോൾ എന്താ ചെയ്യുക? ഈ റോഡ് എത്ര പെട്ടെന്ന് പണി തീർത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നന്നു.
നല്ലതാ. ഈ റോഡ് മുഴുവനായും ടാർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും റോഡിലെ വലിയ കുഴികളും കുണ്ടുകളും അടച്ച് സഞ്ചാരയോഗ്യമാക്കി തീർക്കണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന പല ജീവനുകളും പൊലിയാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി കൈക്കൊള്ളണമെന്നാണ് ഈ നാട്ടുകാരുടെയും ഇരുചക്ര വാഹനക്കാരുടെയും അപേക്ഷ. ഈ റോഡ് കുറേ 10-15 കൊല്ലമായിട്ട് ഈ രൂപത്തിൽ തന്നെ കിടക്കണം. വളരെ മോശം. ചെറുവണ്ടിയിൽ യാത്ര എളുപ്പമല്ല. വലിയ വണ്ടിയിലും പ്രശ്നം തന്നെ. ചെറിയ വണ്ടിയിലാണെങ്കിൽ ഭയങ്കര അപകടമാണ്. എപ്പോൾ വേണമെങ്കിൽ മരിക്കാം. ആചാരി യാത്രയാണ്. വല്ലാത്തൊരവസ്ഥയാണ് റോഡ്. എന്തായാലും വേഗം ശരിയാക്കണം എന്നാണ് അഭിപ്രായം.